നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റീസും ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളാണോ? ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡെയിലി ലൈഫ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിന്ന് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. സിമ്പിളാണ്. എപ്പോഴൊക്കെ ടെൻഷൻ വരുന്നോ നേരെ മുകളിലോട്ട് നോക്കിയിരിക്കുക. മുകളിലോട്ട് നോക്കിയിരിക്കുക. മനസ്സിലായില്ല അല്ലേ? നമുക്ക് വിഷമം വരുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും? മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് നോർമൽ എങ്ങനെയായിരിക്കും? സാധാരണ ഇങ്ങനെ ഷോൾഡർ ഡൗൺ ആയിട്ട് താഴോട്ട് നോക്കി ഇങ്ങനെ വിഷമത്തോടു കൂടിയായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓർത്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് നോക്കി ഇങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ഇമോഷനാണോ തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ജസ്റ്റ് എന്താ നടക്കുന്നത് നോട്ട് ചെയ്യുക. ഇനി അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം മെമ്മറി മേളിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഒരു 10 സെക്കൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ ഓർത്തെടുക്കുക. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരുന്നുകൊണ്ട് തന്നെ ഓർത്തെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താ നടക്കണേ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. താഴെ നോക്കിയിരുന്നതിൻ്റെ അത്രയും ആ ഒരു പെയിൻ, ആ ഒരു ഇമോഷൻ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ കിട്ടില്ല. ഇവിടെ മുകളിലോട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മസിൽസ് വലിയുന്നതായിട്ട് തോന്നുന്നു. ആ തോട്ട്സ് ക്ലിയർ ആയിട്ട് മനസ്സിലേക്ക് വരില്ല. ആ ഇമോഷൻസ് എന്ത് തന്നെയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അതത്ര താഴെ നോക്കുന്നതിൻ്റെ അത്രയും കൂടുതൽ മേളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് കണ്ണ് ശരിക്കും 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. എപ്പോഴൊക്കെ നിങ്ങൾ വിഷമം വരുന്നോ, ലൈഫിൽ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു, അപ്പോഴൊക്കെ നിങ്ങളെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ മെമ്മറി ആലോചിക്കുമ്പോൾ, ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ അതിൽ കണക്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഫിയർ ആയിരിക്കാം, ഗിൽട്ടായിരിക്കാം, നാണക്കേടായിരിക്കാം, അല്ലെങ്കിൽ വിഷമമായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഇമോഷൻ ഓൾറെഡി ഒരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. അതായത് എപ്പോഴൊക്കെ ചിന്തിക്കുന്നു ആ ഇമോഷൻ വരും, ഇതൊരു ഹാബിറ്റായി, ഇതൊരു ലൂപ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ മുകളിലോട്ട് നോക്കിയിരിക്കുന്നത്. മുകളിലോട്ട് നോക്കിയിരിക്കും തോറും അത് പതുക്കെ ആ ഹാബിറ്റ് പതുക്കെ ബ്രേക്ക് ആവും. അതായത് നമ്മുടെ മതിൽ ഇങ്ങനെ ചുറ്റി വെച്ച് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് പതുക്കെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ബ്രെയിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇമോഷൻസ് പതുക്കെ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക ആൻഡ് അഭിപ്രായം പറയുക. താങ്ക് യു.